ഹലോ, നമുക്ക് നമ്മുടെ 27ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ കുറച്ച് പേരൊക്കെ കമൻ്റ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരുപാട് താങ്ക് യു. കൂടുതലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ 27ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? രേവതി പോയി കുറച്ചു കഴിഞ്ഞു ദേവ തൻ്റെ ഫോൺ പോക്കറ്റിലിട്ട് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ജനലിനരികിൽ പുറത്തെ ഗാർഡനിലേക്ക് നോക്കി നിൽക്കുന്ന രേവതിയെ അവൻ കണ്ടത്. താനെന്താ ഫുഡ് കഴിക്കുന്നില്ലേ? ദേവ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. വേണ്ട സർ. അവൾ അത് പറഞ്ഞ് വീണ്ടും പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. എന്നാ താനൊരു കാര്യം ചെയ്യേ, എൻ്റെ ഒപ്പം വായോ, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം. എന്തായാലും ശിവയില്ലാത്ത കാരണം ഞാനും ഒറ്റയ്ക്കാണ്. താനാകുമ്പോൾ എനിക്കൊരു കമ്പനി ആവുമല്ലോ. ദേവ അവളെ നോക്കി പ്രതീക്ഷയോടെ പറഞ്ഞു. രേവതി ഒന്നും മടിച്ചു നിന്നുവെങ്കിലും വീണ്ടും ദേവ നിർബന്ധിച്ചപ്പോൾ അവൾ അവനോടൊപ്പം പോയി. ഓഫീസ് റൂമിന് അപ്പുറത്തുള്ള ഒരു ചെറിയ റൂമിലേക്കാണ് ദേവ അവളെ കൊണ്ടുപോയത്. പുറത്തു നിന്ന് പലതവണ ആ മുറി കണ്ടിട്ടുണ്ടെങ്കിലും അവളും ആദ്യമായിട്ടാണ് ആ മുറിക്കുള്ളിൽ കയറുന്നത്. ദേവ അകത്തു കയറി ലൈറ്റ് ഇട്ടു. ചെറിയ റൂമാണെങ്കിലും അതിനുള്ളിൽ ഒരു ഡൈനിങ് ടേബിളും 5 ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചപ്പുറത്തായി ഒരു വാഷ് ബേസിനും ഉണ്ട്. അകത്തേക്ക് വാടോ, എനിക്കുള്ള ഫുഡ് ഡ്രൈവർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും. വാതിലിന്റെ അരികിൽ തന്നെ നിൽക്കുന്ന രേവതിയെ അവൻ അകത്തേക്ക് വിളിച്ചുകൊണ്ടാവും പറഞ്ഞു. ശേഷം കൈ കഴുകാനായി ബേസിനിലെ പൈപ്പ് തുറന്നു കൊടുത്തു. രേവതി ഒരു മടിയോടെ കൈ കഴുകി ചെയറിലിരുന്നു. അപ്പോഴേക്കും ദേവ ഒരു പ്ലേറ്റിൽ ഫുഡ് എടുത്ത് രേവതിക്ക് കൊടുത്തു. മറ്റൊരു പ്ലേറ്റിൽ അവനും ഫുഡ് എടുത്ത് രേവതിയുടെ ഓപ്പോസിറ്റായിരുന്നു. താൻ നേഴ്സായിരുന്നല്ലേ? ദേവ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് ചോദിച്ചു. നേഴ്സായിട്ടില്ല, സ്റ്റുഡൻ്റ് ആയിരുന്നു. അല്ല, ഇത് സാർ എങ്ങനെ അറിഞ്ഞു? രേവതി അതിശയത്തോട് ചോദിച്ചു. എന്നോട് ശിവയാണ് പറഞ്ഞത്. ശിവ സാറോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, ശിവയോട് ഇതെല്ലാം പറഞ്ഞത് പാർവണിയാണ്. ദേവ അത് പറഞ്ഞതും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം രേവതിയുടെ തലയിൽ കയറി ചുമക്കാൻ തുടങ്ങി. അത് കണ്ട് ദേവ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവൾക്ക് കൊടുത്തു. രേവതി അത് വാങ്ങി വേഗം കുടിച്ചു. പാർവണി ഇത് ശിവ സാറിനോട് പറഞ്ഞു എന്നാ? രേവതി വിശ്വാസം വരാതെ വീണ്ടും ചോദിച്ചു. ഇത് മാത്രല്ല, അവളുടെ സപ്ലിയുടെ കാര്യവും ഏതോ ഒരു മാരേജ് പ്രപ്പോസലിന്റെ കാര്യവും എല്ലാം പറഞ്ഞു. അത് കേട്ടതും വിശ്വാസം വരാതെ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു രേവതി. താനെന്താടോ ആലോചിക്കണേ? ദേവ ചോദിച്ചു. എനിക്കെല്ലാം ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. പാർവണിയുടെ ആസ്ഥാന ശത്രുവാണ് ശിവസാറ്. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കും അതാണ് മനസ്സിലാവാത്ത. ശിവയ്ക്ക് പാർവണിയെ കണ്ണെടുത്ത കണ്ടുകൂടാ. പക്ഷെ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ശിവ പാർവണിയെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ പാർവണി ഇന്നലെ നേരെ തിരിച്ചായിരുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ ഓഫീസ് വിട്ട് വന്നാൽ ശിവസാർ അത് പറഞ്ഞു, ശിവസാർ ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 100 കുറ്റെങ്കിലും അറിയായിരുന്നു. എന്നാൽ ഇന്നലെ അവൾ ഒരു അക്ഷരം പോലും അവളുടെ കാലനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. കാലനാ? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. അപ്പോഴാണ് രേവതിക്കും താൻ എന്താണ് പറഞ്ഞതെന്ന് ഓർമ്മ വന്നത്. അവൾ അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു. അതെ, അത് പിന്നെ സാർ ഇത് ശിവസാറിനോട് പറയരുതിട്ടാ. പാർവണ ശിവസാറിനെ കാലെന്നാ വിളിക്കണേ. അത് പറയുമ്പോൾ രേവതിയുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് ദേവയ്ക്കും ചിരി വന്നിരുന്നു. കാലനോ? ഇത് വല്ലാത്തൊരു പേരായി പോയല്ലോ. ഇതെങ്ങാനും ശിവ അറിഞ്ഞാവളെ പിന്നെ ബാക്കി വെക്കില്ല. പക്ഷെ ശിവസാറിന്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. രാവിലെ ഞാൻ അവളെ വിളിച്ചപ്പോ പറയാ അവൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് കിടന്നുറങ്ങാന്ന്. ഉറങ്ങേ? അപ്പോ അവിടെ ശിവയില്ലേ? ദേവ സംശയത്തോട് ചോദിച്ചു. അതാണ് എനിക്ക് അതിശയം. ശിവസാറിന്റെ മുന്നിൽ ഇരുന്നാണ് അവൾ ഉറങ്ങിയെന്ന്. ശിവയുടെ മുന്നിലാ?
അങ്ങനെ തന്നെ സാധ്യതയില്ലല്ലോ. വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ശിവ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റാണ്. എന്നെ പോലും വർക്ക് ടൈമിൽ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. പിന്നെ എന്തപ്പം ഇങ്ങനെയാവോ? അത് പറഞ്ഞ് ദേവ കഴിച്ചെണീറ്റു. അവന് പിന്നാലെ ഫുഡ് കഴിച്ച് രേവതിയും വേഗം കൈ കഴുകി. താങ്ക്സ് സാർ. രേവതി അവനെ നോക്കി പറഞ്ഞതും ദേവ അവൾക്ക് ഒരു നറുപുഞ്ചിരി സമ്മാനിച്ചു. ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി. കണ്ണനുമായി വഴക്കിട്ട് ഉറക്കെ ശബ്ദം വെച്ചതിന് ശിവ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് പാർവണ വേഗം കഴിച്ചെഴുന്നേറ്റു. ചോറും മോരുകറിയും നാരങ്ങാച്ചാറും പുളിശ്ശേരിയും അവിയലും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ പേടി കൊണ്ട് ഒന്നും ആസ്വദിച്ചു കഴിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. പാർവണ കൈ കഴുകി മൂളിപ്പാട്ടൊക്കെ പാടി തിരിച്ചു വരുമ്പോഴാണ് പിന്നിൽ നിന്നും ആരോ ശൂശു വിളിച്ചത്. അവൾ ആ ശൂശു കേട്ട സ്ഥലത്തേക്ക് നോക്കിയതും കുറച്ചു മുമ്പ് ശിവയെ ഇഷ്ടാണെന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവൾ പാർവണിയെ നേർക്ക് നടന്നു വന്നു. അപ്പോഴാണ് പാർവണി അവളെ ശ്രദ്ധിച്ചത്. മുട്ടോളം നല്ല കട്ടിയുള്ള മുടി, അത് മുന്നിലേക്ക് മടഞ്ഞിട്ടിട്ടുണ്ട്. കട്ടി പുരുകങ്ങൾ, വിടർന്ന കണ്ണുകൾ, ആവശ്യത്തിന് ഉയരം, മൊത്തത്തിൽ അടിപൊളി. തുമ്പി, നീ എന്തിനാ എൻ്റെ മുമ്പിൽ വെച്ച് അവളെങ്ങനെ പുകഴ്ത്തണേ? ഇങ്ങനെ പൊക്കാൻ അവൾ അത്ര വലിയ സുന്ദരിയൊന്നല്ല, പ്രത്യേകിച്ച് എൻ്റെ അത്രേ. അവൾ അവളുടെ മനസ്സിലോണ്ട് പറഞ്ഞു. ആര് പറഞ്ഞില്ലാന്ന്? ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മുട്ടോളം മുടിയുണ്ട്, പക്ഷെ നിനക്കോ ആകെ ഒരു കോഴിവാല്. ആ കണ്ണ് നോക്ക്, വെള്ളാരം കണ്ണ. പക്ഷെ നിന്റെ ഒരുമാതിരി ഉറക്കം തൂങ്ങിയ കണ്ണ്. അവളുടെ ഉയരം നോക്കിയേ, പാകത്തിന് ഹൈറ്റ്. നിന്നെ പോലെ ഉണ്ടാപ്പിയല്ല. ദേ മനസ്സേ, എൻ്റെ കൂടെ നിന്നിട്ടും എന്നെ നെഗറ്റീവ് അടിക്കാൻ നിന്നാണ്ടല്ലോ. എൻ്റെ തന്നി സ്വഭാവം നീ അറിയും. പാർവണ സ്വയം ഓരോന്ന് പെറുപുറത്തുകൊണ്ട് നിന്നപ്പോഴേക്കും ആ കുട്ടി അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ഞാൻ പറഞ്ഞ കാര്യം സാറിനോട് പറഞ്ഞ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. ആ പറഞ്ഞ്. അവൾ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. എന്നിട്ട് സാറെന്താ പറഞ്ഞേ? സാറൊന്നും പറഞ്ഞില്ല. നീ വെറുതെ പറയാ, സാറെന്തോ പറഞ്ഞിട്ടുണ്ട്. അവൾ പാർവണിയെ നോക്കി പറഞ്ഞു. ഞാനെന്തിനു വെറുതെ പറയണം? സാറൊന്നും പറഞ്ഞിട്ടില്ല. അവളും ദേഷ്യത്തിൽ പറഞ്ഞു. അത് ശരി, എന്നാൽ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് ചോദിക്കാം. എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. അത് പറഞ്ഞ പെൺകുട്ടി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. മഹാദേവ, ഇനി അവളെങ്ങനെ ശിവസാറിന്റെ മുന്നിൽ പോയ പ്രശ്നാവൂ? ഇവളെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, അല്ല ആവശ്യത്തിലേറെ ഭംഗിയുണ്ട്. ഇവളെ കണ്ട് സാറെങ്ങാനും മൂക്കും കുത്തി വീണാലോ? ഓരോന്നാലോചിച്ച് അവൾ നിന്നു. ആ പെൺകുട്ടി അപ്പോഴേക്ക് ഓഫീസ് റൂമിന് മുന്നിലെത്തിയിരുന്നു. പാർവണ വേഗം അവളുടെ മുന്നിൽ കയറി ഓഫീസ് റൂമിന്റെ വാതിലിന് മുന്നിൽ തടസ്സമായി നിന്നു. നീ എങ്ങോട്ടെങ്ങനെ ഇടിച്ചു കയറി പോണേ? പാർവണ നല്ല ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്കത് ചെവി കേൾക്കില്ലേ? കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞ ഓർമ്മയില്ലേ? ഞാൻ തന്നെ നേരിട്ട് സാറിനോട് ചോദിക്കട്ടെ, അത് ചോദിക്കാനാണ് ഞാൻ പോണേ. അത് പറഞ്ഞ് അവൾ പാർവണയുടെ കൈ തട്ടി മാറ്റാൻ നോക്കി. പക്ഷെ അതിന് സമ്മതിക്കാതെ പാർവണ ഡോറിന് നടുവിൽ നിന്ന് ഇരു കൈ കൊണ്ടും ഡോറിന്റെ സൈഡിലായി പിടിച്ചു നിന്നു. എന്താ എന്താ അവിടെ? അവരുടെ സംസാരം കേട്ട് ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായി വന്ന ശിവ ചോദിച്ചു. ഒന്നുമില്ല, സാറാകത്തേക്ക് പൊക്കോ. പാർവണ തല തിരിച്ച് ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റേ പെൺകുട്ടി പാർവണയെ തട്ടി മാറ്റാൻ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അതിന് സമ്മതിക്കാതെ അവളുടെ മുന്നിൽ പാർവണയും നിൽക്കുന്നുണ്ട്. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ? എന്താ ഇവിടെ പ്രശ്നം? ശിവദേഷ്യത്തോടെ ചോദിച്ചു. സാറിനോടല്ലേ അകത്തേക്ക് പോവാൻ പറഞ്ഞേ? പാർവണ ദേഷ്യത്തോടെ ശിവയുടെ നെഞ്ചിൽ പിടിച്ച് ഉള്ളിലേക്ക് തള്ളി. നിന്നോട് ഇനി പ്രത്യേകം പറയണ? അത് പറഞ്ഞ് പാർവണ വാതിലടച്ച് ലോക്ക് ചെയ്തു. നീ എന്തിനാ ഡോറടിച്ച്? എനിക്ക് കൈ കഴുകാൻ പോണം. ശിവ അത് പറഞ്ഞ് ഡോറിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യാനായി നോക്കി. പറ്റില്ല, ഇപ്പൊ പുറത്തേക്ക് പോവണ്ട. അത് പറഞ്ഞ് അവൾ ഡോറിന്റെ ഫ്രണ്ടിലായി നിന്നു. ഞാൻ പോകുന്നോട് നിനക്കെന്താ? സാറിനോടല്ലേ ഇപ്പൊ പോവണ്ടെന്ന് പറഞ്ഞേ? ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാലും വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അത് പറഞ്ഞ് ശിവയുടെ കയ്യിൽ പിടിച്ച് പാർവണ അവനെ ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി.
കുറച്ചു നേരം ഇവിടെ ഇരിക്കേ, ഇപ്പൊ തന്നെ കൈ കഴുകിയില്ല എന്ന് വെച്ചിട്ട് ആകാശം നെടിഞ്ഞു വീഴില്ല. അത് പറഞ്ഞ് പാർവണ ജനലിനരികിലേക്ക് നടന്നു. ജനൽ പതിയെ തുറന്ന് പുറത്തേക്ക് നോക്കി. ഈ പെണ്ണെന്താ ഇവിടെ നിന്ന് പോകത്തെ ശല്യം? അവൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് ജനൽ വീണ്ടും അടച്ചു. അവളുടെ ആ പ്രവൃത്തി സംശയത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു ശിവ. സ്റ്റോപ്പ് ഇറ്റ് പാർവണ, എനിക്ക് നിന്റെ കുട്ടികളിക്ക് നിൽക്കാൻ സമയമില്ല. അത് പറഞ്ഞ് ശിവ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റും പാർവണ വേഗം ഡോറിനരികിൽ ചെന്ന് നിന്നു. സാറിനോടല്ലേ പറഞ്ഞേ ഇപ്പൊ പോവണ്ടാന്ന്? അവൾ അത് പറഞ്ഞ് കൈയും കെട്ടി ഡോറിന് മുന്നിൽ തന്നെ നിന്നു. അപ്പോഴേക്കും ഡോറിൽ ആരോ തട്ടുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? പാർവണ ദേഷ്യത്തോടെ പറഞ്ഞ് ഡോറ് തുറന്നു. നിനക്ക് എന്താടി വേണ്ടേ? പാർവണ ഡോറ് തുറന്നു അലറി. പക്ഷെ മുന്നിൽ നിന്ന് കണ്ണനായിരുന്നു. കണ്ണൻ പാർവണയും അവൾക്ക് പിന്നിൽ നിൽക്കുന്ന ശിവയെ മാറി മാറി നോക്കി. എന്നാൽ ശിവ അത് മൈൻഡ് ചെയ്യാതെ റൂമിൽ നിന്ന് ഇറങ്ങി കൈ കഴുകാനായി പുറത്തേക്ക് പോയി. എന്താ തുമ്പി, എന്താ ഇതൊക്കെ? നിങ്ങൾ എന്തിനാ ഡോർ ലോക്ക് ചെയ്ത്? കണ്ണൻ അത് ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. അതാ പെണ്ണ്. ഏത് പെണ്ണ്? കണ്ണൻ ഗൗരവം വിടാതെ ചോദിച്ചു. അത് അപ്പോഴാണ് ശിവ പുറത്തേക്ക് പോയ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇപ്പോൾ വരാൻ കണ്ണ. അത് പറഞ്ഞ് ശിവയ്ക്ക് പിന്നാലെ പൈപ്പിന്റെ അരികിലേക്ക് അവൾ ഓടി. കൈ കഴുകി തിരിഞ്ഞ ശിവ നേരെ പാർവണയുടെ മേൽ തട്ടി നിന്നു. നീ എന്താ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നടക്കണോ? കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കണോ? എന്താ നിനക്ക് വേണ്ട? എന്താ നിന്റെ പ്രശ്നം? ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. അത് പിന്നെ പാർവണ എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ അവിടെ തന്നെ ആലോചിച്ചു നിന്നു. നീ ഇവിടെ സ്വപ്നം കണ്ടു നിന്നു, ഞാൻ പോവാ. അത് പറഞ്ഞ ശിവ മുന്നോട്ട് നടന്നു. എന്നാൽ പാർവണ കുറച്ചു നേരം അവിടെ ആ നിൽപ്പങ്ങനെ തുടർന്നു. ഞാൻ എന്തിനാണോ ഇങ്ങനെയൊക്കെ പെരുമാറണേ? ഇങ്ങനെയൊക്കെ ചെയ്യാനായ ആളെൻ്റെ ആരാ? ആ പെൺകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തിനാ ദേഷ്യം വന്നേ? പാർവണ തന്നോട് തന്നെ സ്വയം ചോദിച്ചു. തുമ്പി, ഇതൊന്നും ശരിയല്ല. നിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ വെറും ഇൻഫാറ്റുവേഷൻ ആയിരിക്കും, അല്ലാതെ ഇതൊന്നും ശരിയാവില്ല കേട്ടാ. ഇത് വെറും ഇൻഫാറ്റുവേഷൻ അല്ല പാർവണ. നിനക്ക് ശിവയെ ഇഷ്ടമാണ്, അതാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറണേ. അവളുടെ മറ്റൊരു മനസ്സ് അവളോടായി പറഞ്ഞു. നോ, നെവർ. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ശത്രുവാണ് അയാൾ. എനിക്ക് അയാളോട് വെറുപ്പ് മാത്രമായിരുന്നു. അതെ, പക്ഷേ ഇപ്പോൾ ശത്രുവിനോട് പെരുമാറണം പോലെയാണോ അയാളോട് പെരുമാറണേ? ആ വെറുപ്പ് ഇപ്പോഴും നിനക്ക് ശിവയോടുണ്ടോ? ഇല്ലല്ലോ. കാരണം ഇപ്പം നീ അയാളെ പ്രണയിക്കുന്നുണ്ട്. അറോണ കുറച്ചു നേരം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒന്നാലോചിച്ചു. അതെ, ശരിയാണ്. എനിക്ക് ശിവ സാറിനെ ഇഷ്ടമാണ്. പക്ഷേ അത് ശരിയാവില്ല. സാറിൻ്റെ മനസ്സ് സത്യം മാത്രമേ ഉള്ളൂ. അത് നേരിട്ട് മനസ്സിലാക്കിയതാണ് ഞാൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത എൻ്റെ മനസ്സിലെ തോന്നലുകൾക്ക് ഞാൻ തന്നെ വേണ്ടാന്ന് വെക്കണം. അവൾ പൈപ്പ് തുറന്ന് തുടർച്ചയായി മുഖത്തേക്ക് വെള്ളം തളിച്ചു. എത്ര നേരം അങ്ങനെ ചെയ്തു എന്ന് അവൾക്കറിയില്ല. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത്. അവൾ ഷോളിൻ്റെ തലപ്പ് കൊണ്ട് മുഖമൊന്ന് തുടച്ച് ഓഫീസ് റൂമിലേക്ക് നടന്നു. എന്നിരുന്നാലും മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം പോലെ, മനസ്സിനെ കയറ്റി വെച്ചൊരു ഫീല്. അകത്തേക്ക് കയറിയതും അവിടെ ശിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ വേഗം ലാപ്പിൽ സേവ് ചെയ്യേ. അത് പറഞ്ഞ് ശിവ നേരെ പുറത്തേക്ക് നടന്നു. അവളൊന്നും മിണ്ടാതെ ലാപ്ടോപ്പിന് മുന്നിൽ വന്നിരുന്നു. ഓരോരോ ഡീറ്റെയിൽസായി ലാപ്ടോപ്പിൽ സേവ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ടും ശിവയോ കണ്ണനോ രാജീവരനോ അവിടേക്ക് വന്നിരുന്നില്ല. സെമിനാർ ഹാളിലേക്ക് പോകണം എന്നുണ്ടായിരുന്നെങ്കിലും ശിവയെ കാണേണ്ടി വരുമെന്ന് ആലോചിച്ചപ്പോൾ അവൾക്കെന്തോ അവിടേക്ക് പോവാൻ തോന്നിയില്ല. 2 ദിവസം കൊണ്ട് തന്നെ തൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശിവസാറിന് കഴിഞ്ഞോ? അവൾ ഓരോന്നാലോചിച്ച് ഡെസ്കിൽ തലവെച്ച് കിടന്നു. എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയ പാർവണ കാണുന്നത് മുന്നിലിരിക്കുന്ന ശിവയായിരുന്നു. ശിവയല്ലാതെ മറ്റാരും ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. അവൾ ആ മുറി ഒന്ന് മുഴുവനായി നോക്കി.
കണ്ണൻ്റെ ബാഗൊന്നും കാണാനില്ല. അതിൽ നിന്നും അവൻ പോയി എന്ന് അവൾക്കും മനസ്സിലായി. താൻ എപ്പോഴോ കരഞ്ഞിരുന്നുവെന്ന് കൺകോണിൽ നിന്നും ഒലിച്ചിറങ്ങിയ കണ്ണീരിൻ്റെ നനവിൽ നിന്നും അവൾക്കും മനസ്സിലായി. പാർവൺ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തുപോയി മുഖം എല്ലാം കഴുകി തിരിച്ചു വന്നു. അവൾ ശിവയുടെ ഓപ്പോസിറ്റായുള്ള ബെഞ്ചിൽ തന്നെ ഇരുന്നു. നിനക്കെന്താ പറ്റിയേ? ശിവ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. ഒന്നുമില്ല സാർ, അവൾ തെളിച്ചമില്ലാത്ത രീതിയിൽ പറഞ്ഞു. ഒന്നുമില്ല എന്നൊന്നും പറയണ്ട, എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഒന്നും ഇരിക്കില്ലല്ലോ നീ? ശിവ അവളെ നോക്കി ചോദിച്ചു. ഞാനിപ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണോ കുറ്റം? ഒതുങ്ങിയിരുന്നാലും കുറ്റം, ഇരുന്നില്ലെങ്കിലും കുറ്റം. ഇതെന്ത് കഷ്ടം എൻ്റെ ഭഗവാനെ! അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ പ്രാർത്ഥന കണ്ട് ശിവയ്ക്കും ചിരി വന്നിരുന്നു. പക്ഷേ അവൻ ആ പുഞ്ചിരി വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു. പാർവണ പതിയെ എഴുന്നേറ്റ് ശിവ എന്താണ് ലാപ്ടോപ്പിൽ ചെയ്യുന്നതെന്ന് അവൻ്റെ പിന്നിൽ വന്നു നിന്ന് നോക്കി. താൻ ചെയ്യേണ്ട വർക്കാണ് അവൻ ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഞാൻ ചെയ്യാം സാർ, അവൾ ശിവയെ നോക്കി പറഞ്ഞു. വേണ്ട, ഇതിപ്പോൾ കഴിയും, ശിവ ഗൗരവത്തോടെ പറഞ്ഞു. ഈ സാർ എന്തെങ്ങനെ? ഇന്നലെ വരെ എന്നെ കടിച്ചു കയറാൻ നടന്നിരുന്ന ആളാണ്, ഇന്നിതാ ഇപ്പം എൻ്റെ വർക്ക് കൂടെ ചെയ്യണു. ഇയാളെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മഹാദേവ. അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ശിവയുടെ പിന്നിൽ തന്നെ നിന്നു. അപ്പോഴാണ് കാറ്റിൽ പറക്കുന്ന അവൻ്റെ പിന്നിലെ മുടിയിഴകൾ കണ്ടത്. നല്ല കട്ടിയുള്ള മുടിയാണ്. അവൻ്റെ ഫാനിന് കാറ്റിനനുസരിച്ച് അവൻ്റെ മുടിയും മുകളിലേക്കും താഴേക്കുമായി ആടുന്നുണ്ട്. അവൾ ആ മുടിയൊന്ന് തൊട്ടു. വീണ്ടും കാറ്റ് വീശിയപ്പോൾ മുടി പറക്കുന്നതും വീണ്ടും അവൾ ഒന്നുകൂടെ തൊട്ടു. കുറേ തവണ അങ്ങനെ ചെയ്തും ശിവ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. അവൻ അവളുടെ കൈ പിടിച്ച് കറക്കി തൻ്റെ അരികിലിരുത്തി. നിനക്കെന്താ വേണ്ടേ? നീ ഒരു വർക്ക് ചെയ്യില്ല, ചെയ്യുന്നവരത് ചെയ്യാൻ സമ്മതിക്കില്ലേ? ശിവ കണ്ണിട്ടുകൊണ്ട് അവളോട് ചോദിച്ചു. അതേസമയം പാർവണ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കുമായിരുന്നു. ആദ്യമായായിരുന്നു അവൾ അവൻ്റെ അത്രയും അടുത്തിരുന്നത്. എപ്പോഴും അവൻ്റെ കൈ തൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. താൻ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന പാർവണയെ കണ്ട് ശിവ പതിയെ അവളുടെ കണ്ണിലേക്ക് ഊതി. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടിയതും അവൾ പെട്ടെന്ന് ഞെട്ടി ബെഞ്ചിൽ നിന്നും ചാടി എണീറ്റു. അവൾ അത്രയും അടുത്താണ് ഇരുന്നതെന്ന് ശിവയ്ക്കും അപ്പോഴാണ് ഓർത്തത്. ഇത് ശരിയാവില്ല, ഇത് നീ തന്നെ ചെയ്യ്, അല്ലെങ്കിൽ വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താൻ നീ നടക്കും. അത് പറഞ്ഞ് ലാപ്ടോപ്പിന് മുന്നിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ശിവ പുറത്തേക്ക് പോയി. പാർവണ ശിവ പോയത് നോക്കി കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ശേഷം ശിവ പറഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞോ? കുറച്ച് കഴിഞ്ഞ് ശിവ വന്ന് ചോദിച്ചു. കഴിഞ്ഞു സാർ. എന്നാ വാ പോവാം. അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് നടന്നു. പിന്നാലെ പാർവണയും. കാറിനടുത്തെത്തിയതും ഇന്നലെ കണ്ട ചെറുപ്പക്കാരൻ ശിവയ്ക്ക് നേരെ നടന്നു വന്നു. അത് കണ്ട പാർവണ വേഗം ആ പയ്യനെ ഒഴിവാക്കി വിട്ടു. അത് കണ്ട് ശിവയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. പാർവണ കാറിൽ കയറിയതും ശിവ കാറ് സ്റ്റാർട്ട് ചെയ്തു. ഒപ്പം സോങ്ങും പ്ലേ ചെയ്തു. ബെസ്റ്റ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പാടാം ചേച്ചി, കാരണം നിങ്ങളുടെ മനോഗതം നിങ്ങളുടെ ഭഗവാൻ അറിഞ്ഞു. പക്ഷെ എൻ്റെ മനോഗതം എൻ്റെ ഭഗവാൻ അറിയോ എന്തോ? അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ സീറ്റിലേക്ക് ചാരി. വാട്ട്? ശിവ ദേഷ്യത്തോടെ ചോദിച്ച് കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നാളെ നല്ലൊരു പാർട്ടായിട്ട് കാണാം. എല്ലാവരും കമൻ്റ് ഇടണം. അപ്പോൾ ബൈ, പോവാട്ടോ. നാളെ കാണാവേ.